ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ കൃപയാൽ ഒരു പ്രാവശ്യം കൂടെ APFC നടത്തി വരുന്ന ദൈവദിന പ്രഭാഷണ പരമ്പരയിലൂടെ സന്ധിപ്പാനായി ദൈവം ഒരുക്കിയ ഈ അവസരത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നിങ്ങൾക്ക് ഏവർക്കും കർത്താവായ യേശു നാമത്തിലുള്ള സ്നേഹം നിങ്ങളെ അറിയിക്കുകയാണ്. മുമ്പെങ്ങും ഇല്ലാത്ത നിലകളിൽ ക്രിസ്തീയ ജീവിതത്തിനെതിരെ പ്രശ്നങ്ങൾ ആഞ്ഞടിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. പ്രശ്നമംഗലമായ അവസരത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തീയ സാക്ഷ്യം വഹിക്കുവാൻ കഴിയാതെ, ക്രിസ്തീയ വിശ്വാസം നിലനിൽക്കുവാൻ കഴിയാതെ ഒരുപാട് പേർ പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. വളരെ വില കൊടുത്ത് കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ടും പ്രതിസന്ധികളും തള്ളലിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ, കുത്തൊഴുക്കിൽ പിടിച്ചു നിൽക്കുവാൻ കഴിയാതെ പിന്മാറിപ്പോയവരും ഇല്ലാതില്ല. നാളുകളിൽ ഇന്നലകളേക്കാൾ ദുർഘടമായ പാതകളെയാണ് നാം താണ്ടേണ്ടി വരുന്നത് എന്നുള്ളത് വിസ്മരിക്കൂ. അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ മുന്നോട്ട് പോകാൻ കഴിയണമെങ്കിൽ ജീവിതത്തിലുള്ള ആഴമേറിയ സമർപ്പണവും വിശ്വാസവും നമുക്ക് അനിവാര്യമാണ്. ചിലർ ഞാൻ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ചിട്ട് എന്താണ് എനിക്ക് സംഭവിച്ചതെന്ന് ചോദിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരുണ്ട്. ധന്യനായ പത്രോസ് ശ്ലീഹ 1-ാം ലേഖനത്തിന് 4-ാം അധ്യായം 12 വചനങ്ങൾ വായിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: പ്രിയമുള്ളവരെ, നിങ്ങൾക്ക് പരീക്ഷയ്ക്കായി സംഭവിച്ചിരിക്കുന്ന അഗ്നിശോധനയെങ്കിൽ ഒരു അപൂർവ കാര്യം നിങ്ങൾക്ക് വന്നുകൂടി എന്ന് വെച്ച് അതിശയിച്ചു പോരുത്. അപ്പോൾ ഓർക്കുക, ഈ പ്രതികൂലങ്ങളെല്ലാം നമ്മുടെ വിശ്വാസത്തിൻ്റെ മാറ്റുവരയ്ക്കുന്ന പരീക്ഷകളാണ്. ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിച്ചുകൊള്ളുകയും. പലപ്പോഴും കർത്താവിന്റെ നാമത്തിൽ നിന്ന് സഹിക്കേണ്ടി വരുമ്പോൾ നമ്മൾ പിറുപിറുക്കുകയും നിരാശപ്പെടുകയുമാണ്. പക്ഷേ വചനം പറയുന്നു, ക്രിസ്തുവിൻ്റെ കഷ്ടങ്ങൾക്ക് പങ്കുള്ളവരാകുന്നവരും സന്തോഷിപ്പാൻ ഇടവരേണം. കാരണം അങ്ങനെ നിങ്ങൾ അവൻ്റെ തേജസ്സിൻ്റെ പ്രത്യക്ഷതയിൽ ഉല്ലസിച്ച് ആനന്ദിപ്പാൻ ഇടവരും. ഈ ലോകത്തിൽ ഏതൊരു വ്യക്തി ഒരു പരീക്ഷ നേരിട്ടിട്ടുണ്ടോ അതിനപ്പുറമായ അവനൊരു പ്രൊമോഷൻ ഉണ്ടായിട്ടുണ്ടോ? സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അറിയാം, പരീക്ഷ കേൾക്കുമ്പോൾ പലർക്കും പേടിയാണ്. ഭയത്തോടെ പരീക്ഷയെ വീക്ഷിക്കുന്നവരുണ്ട്, സന്തോഷത്തോടെ പരീക്ഷയിലേക്ക് പ്രവേശിക്കുന്നവരുണ്ട്. അല്ല, ആ പരീക്ഷകൾ ജയിച്ച കുഞ്ഞുങ്ങൾക്കെല്ലാം ഒരു പ്രൊമോഷൻ ലഭിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ എൻ്റെ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിലുണ്ടാകുന്ന, ആ ജീവിതത്തിനെതിരെ ഉണ്ടാകുന്ന പരീക്ഷകളൊക്കെയും എനിക്ക് അതിജീവിക്കുവാൻ കഴിയുന്നെങ്കിൽ നിശ്ചയമായും നിന്നെ കാത്തിരിക്കുന്നത് ഒരു പ്രൊമോഷനാണ്, ഉയർച്ചയാണ്, നന്മയാണ്, വിടുതലാണ്. എന്നാൽ നീ പ്രാപിക്കേണ്ട ഉയർച്ച പ്രാപിക്കാതിരിക്കാൻ പിശാച് തന്നെ ആവോളം ഉപദ്രവിച്ചുകൊണ്ടേയിരിക്കും. ഈ സത്യം മനസ്സിലാക്കി എന്ത് വില കൊടുത്തും ദൈവത്തെ സേവിപ്പാനായി ഏൽപ്പിച്ചു കൊടുക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. ക്രിസ്തുവിന്റെ നാമം ഹേതുവായി നിന്ന് സഹിക്കേണ്ടി വന്നാൽ നിങ്ങൾ ഭാഗ്യവാന്മാർ. മഹത്വത്തിൻ്റെ ആത്മാവായ ദൈവാത്മാവ് നിങ്ങളുടെ മേൽ ആവശ്യമുണ്ടല്ലോ. നിങ്ങളെല്ലാവരും കുലപാതകനോ കള്ളനോ ദുഷ്പ്രവർത്തിക്കാരനോ ആയിട്ടല്ല കഷ്ടം സഹിക്കേണ്ടത്, പരകാര്യത്തിൽ ഇടപെടുന്നവനുമായിട്ടല്ല. ക്രിസ്ത്യാനിയായിട്ട് കഷ്ടം സഹിക്കേണ്ടി വന്നാലോ ലജ്ജിക്കരുത്. ഈ നാമം ധരിച്ചിട്ട് ദൈവത്തെ മഹത്വപ്പെടുത്തുകയത്രേ വേണ്ടത്. ഒരു ക്രിസ്ത്യാനി എന്ന നിലയിൽ ബന്ധുക്കളാൽ, മിത്രങ്ങളാൽ, സഹപ്രവർത്തകരാലൊക്കെ നീ നിന്ദിക്കപ്പെടുകയോ പരിഹസിക്കപ്പെടുകയോ സമൂഹത്താൽ ഉപദ്രവിക്കപ്പെടുകയോ ചെയ്തു ഓർക്കുക. അത് ഓർത്ത് ദൈവത്തെ സ്തോത്രം ചെയ്യുക. വരും കാലങ്ങൾ വലിയ പ്രതിഫലത്തിന് കാരണമായിത്തീരും. ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ യേശുവിനെ നിയമിച്ചതിൻ്റെ പേരിൽ, യേശുവിനെ സേവിക്കുന്നതിൻ്റെ പേരിൽ, ആരാധിക്കുന്നതിൻ്റെ പേരിൽ ബന്ധുക്കളാൽ, മിത്രങ്ങളാലൊക്കെ ഒറ്റപ്പെട്ട വ്യക്തിയായിരിക്കാം. പ്രവർത്തന മണ്ഡലങ്ങളിൽ സഹപ്രവർത്തകരാൽ നിന്ദിക്കപ്പെടുന്ന വ്യക്തിയായിരിക്കാം. ഓർക്കുക, ഒരു വലിയ പ്രതിഫലം നിന്നെ കാത്തിരിക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നേടിയും പരിഹാസ നടുവിൽ ഇതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് തെറ്റിച്ച് പറഞ്ഞ് ഓടരുത്. അപ്പോൾ നഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്ന
വലിയ പ്രതിഫലമാണ്. എന്ത് വില കൊടുത്തും കർത്താവിനെ സേവിപ്പാൻ, ഈ കർത്താവിന് വേണ്ടി കഷ്ടം സഹിപ്പാൻ, അതൊരായുധമായി ധരിപ്പാൻ കർത്താവിനെ സഹായിക്കുമാറാകട്ടെ. നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന വിഷയങ്ങളുമേൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യമാണെങ്കിൽ ദയവായി ഞങ്ങളെ വിളിക്കുക. ഞങ്ങൾ കൂടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. ഞങ്ങളുടെ ഫോൺ നമ്പർ 94 46 620 645 94 46 620 645. നിങ്ങൾ സഹകരണം പ്രതീക്ഷിക്കുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ.